നമ്മൾ അവസാനമായി സംസാരിക്കുന്നത് ആട്ടൂർ മുഹമ്മദ് എന്ന മാമി എന്ന വ്യാപാരിയെക്കുറിച്ചാണ്. ആ തിരോധാന കേസ് വീണ്ടും കേരളീയ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് PV അൻവർ MLA ആണ്. എന്നുവെച്ചാൽ ADGP MR അജിത് കുമാറിന് ഈ മാമി തിരോധാന കേസുമായി ബന്ധമുണ്ട് എന്ന് വെളിപ്പെടുത്തിയതും അൻവർ തന്നെയാണ്. അപ്പോൾ അന്ന് ഈ കേസ് വീണ്ടും അന്വേഷിക്കണം എന്നുള്ള ആവശ്യം വന്നപ്പോൾ വീണ്ടും വിവാദങ്ങളിലേക്ക് വന്ന സമയത്ത് അന്ന് അന്വേഷിച്ചിരുന്ന ഇപ്പോൾ നിലവിലുള്ള മലപ്പുറം SP ശശിധരനിൽ നിന്ന് മാറി അത് ക്രൈംബ്രാഞ്ചിൻ്റെ പക്കലാണ് ഇപ്പോൾ കേസന്വേഷണത്തിൻ്റെ ചുമതലയുള്ളത്. അപ്പോൾ അന്ന് SP ശശിധരനും ഒപ്പം കോഴിക്കോട് കമ്മീഷണർക്കും അന്വേഷണ ചുമതലയുണ്ടായിരുന്ന ഘട്ടത്തിൽ ADGP ആരോപണ വിധേയനായപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ DGPക്കും മുകൾ തട്ടിലേക്ക് കൈമാറുന്നത് പ്രോട്ടോക്കോൾ വഴിയാണെങ്കിൽ ADGP വഴിയാണ്. അപ്പോൾ ADGP കുറ്റാരോപിതനായതുകൊണ്ട് ADGP വഴി ഇതിൻ്റെ വിവരങ്ങൾ കൈമാറരുത് എന്നുള്ളൊരു നിർദ്ദേശം DGP നൽകിയിരുന്നു. പക്ഷേ DGP നിർദ്ദേശം നൽകിയിട്ട് പോലും ഈ വിവരങ്ങൾ ADGP വഴി തന്നെയാണ് മുകൾ തട്ടിലേക്ക് എത്തിയത് എന്നുള്ള വിവരം ഇന്നാണ് പുറത്തു വന്നത്. അപ്പോൾ മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ഉള്ളിൽ ചീഞ്ഞു നാറുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നൊരു ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അപ്പോൾ മാമി തിരോധാന കേസിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതും കൂടി നമ്മൾ അവസാനമായി സംസാരിക്കുന്നത്. നാസർക്ക് 1 വർഷം കഴിയുന്നു മാമിയെ കാണാതായിട്ട്. ഇപ്പോൾ ഈ അരയടുത്ത് പാലത്തിന് അവിടെ നിന്ന് കോഴിക്കോടിൻ്റെ ടൗണിൽ നിന്നാണ് ഒരു മനുഷ്യനെ കാണാതായത്. ഈ CCTVയും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് എന്താണ് ആ കേസ് അന്വേഷണത്തിൽ നടക്കുന്നത്? അരയടുത്ത് പാലത്ത് നിന്ന് കാണാതായിട്ട് തലക്കുളത്തൂർ വരെ പോയി എന്നതിന് മാത്രം തെളിവുണ്ട്. പിന്നെ എന്തായി എന്നുള്ളതിന് തെളിവ് പുറത്തു വന്നിട്ടില്ല. എന്നാൽ കേസ് ആദ്യഘട്ടത്തിൽ കേസ് അന്വേഷിച്ച കേസിൽ നമ്മളെ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർമാർ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു കൊലക്കേസ് തന്നെ ഒരു കൊലക്കേസ് അല്ലെങ്കിൽ കൊലക്കേസ് പോലത്തെ ഇത്തരത്തിലുള്ള തിരോധാന കേസുകളുടെയൊക്കെ ഒരു പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ സാധനങ്ങൾ മുഴുവൻ നടത്തുന്നത് CI ലെവലിലുള്ള ആളുകളായിരിക്കുമല്ലോ. അപ്പോൾ ആ ലെവലിൽ ആദ്യഘട്ടം മുതൽ ഈ സംഗതി വളരെ കൃത്യമായിട്ട് അന്വേഷിച്ച ആളുകൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് അറിയാമെന്നാണ് പിന്നെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പം എനിക്കില്ലായിരുന്നു. അവർക്കത് സംഭവിച്ചത് എന്താണെന്നറിയാം. ആൾ ജീവനോട് കൂടിയിട്ട് ടൗണിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല എന്നാണ് അവർക്ക് കിട്ടിയിട്ടുള്ള അവരെത്തിയിട്ടുള്ള ഒരു കൺക്ലൂഷൻ, അവരെത്തിയിട്ടുള്ള നിഗമനം. അതിൻ്റെ മുകളിലാണ് അവർ കേസ് ബിൽഡ് ചെയ്ത് വരുന്നത്. ആൾ കോഴിക്കോട് നഗരത്തിൽ നിന്ന് അദ്ദേഹം ജീവനോട് കൂടി പുറത്തേക്ക് പോയിട്ടില്ല. അദ്ദേഹത്തെ ഒരു ടീം കൊണ്ടുപോയിട്ട് ഒരു ഗോഡൗണിൽ കൊണ്ടുപോയി. ഗോഡൗണിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് പോയിട്ടില്ല എന്നുള്ളത്. 2023 ആഗസ്റ്റിൽ എന്ന് പറയുമ്പോൾ മാമി കേസിനൊരു കൊല്ലം ആണ്. എൻ്റെ ഓർമ്മയിൽ ഏറ്റവും വലിയ കേരളത്തിൽ നിന്ന് ഇപ്പോഴും ഇങ്ങനെ ദുരൂഹതയായിട്ടും ഒരു പ്രതിഭാസമായിട്ട് നിലനിൽക്കുന്നൊരു തിരോധാന കേസിൻ്റെ 30ാമത്തെ വർഷവുമാണത്. നമ്മുടെ ചേകന്നൂർ മൗലവി പോയത് 1993 ഇതേപോലെ തന്നെയാണ് പോയത്. അദ്ദേഹം എടപ്പാളില്ല മൂപ്പരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറ്റിപ്പുറത്തെ പാലം വരെ ഒരു നീല ജീപ്പിൽ വന്നു എന്നാണ്. നീല ജീപ്പ് ഉണ്ടായിരുന്നു കൊണ്ടുവന്ന ആളുകളുടെ ജീപ്പിൽ ആൾ അതുവരെ കണ്ടിരുന്നു. കുറ്റിപ്പുറം പാലം കഴിഞ്ഞതിന് ശേഷം ജീപ്പിൽ ഈ ആളെ കണ്ടിട്ടില്ല എന്നാണ്. ആ കേസിന് എന്താണ് സംഭവിച്ചത് വെച്ചാൽ സുപ്രീം കോടതി CBI വരെ അന്വേഷിച്ചിട്ടും ആ കേസ് അവസാനം എന്താണ് ആയതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഏതാണ്ട് സമാനമായിട്ട് തന്നെയാണ് ഈ കേസും പോകുന്നത്. ഈ കേസ് പഠിക്കാൻ താല്പര്യമുള്ള ജേർണലിസ്റ്റുകൾക്കോ അഭിഭാഷകർക്കോ ഒക്കെ പറ്റിയൊരു കേസായിട്ടത് വരുന്നുണ്ട്. കാരണം ആ കേസിലും നടത്തിയ ആളുകളുടെ താല്പര്യം ഈ തിരോധാനം കൊലപാതകമായിട്ടില്ല ഇപ്പോഴും ചേകന്നൂർ കേസ് എന്ന് ഓർക്കണം. നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ അതിപ്പോൾ ചേകന്നൂർ തിരോധാന കേസാണ്. ആട്ടൂർ മുഹമ്മദ് കേസും ഇപ്പോഴും നിയമപരമായിട്ട് നിലനിൽക്കുന്ന തിരോധാന കേസാണ്. ഈ 2 തിരോധാന കേസിലും നടത്തിയ ആളുകളുടെ താല്പര്യം, ഈ നടത്തിയ ആളെ തിരോഭവിപ്പിച്ചവരുടെ സംഘത്തിൻ്റെ താല്പര്യം അന്വേഷണ സംഘം നടത്തിക്കൊടുത്തു എന്നുള്ളതാണ്. അതുതന്നെയാണ് ഈ രണ്ടിലും അന്വേഷണ സംഘത്തിന് എത്രമാത്രം നേട്ടമുണ്ടായിട്ടുണ്ടാവും, അതല്ലെങ്കിൽ ഈ ചെയ്ത ആളുകൾക്ക് എത്രമാത്രം ചെലവ് വന്നിട്ടുണ്ടാവും എന്നൊക്കെയാണ് ഇതിൽ പഠിക്കാനുള്ളത്. ആ തരത്തിൽ എങ്ങനെയാണ് നമ്മുടെ അന്വേഷണ ഏജൻസികൾ കേസിനെ മുക്കുന്നത്, കേസിനെ എങ്ങനെയാണ് അന്വേഷണ ഏജൻസികൾ മുക്കിക്കൊല്ലുന്നത് എന്ന് പഠിക്കാൻ പറ്റിയൊരു സംഭവമായിട്ടിത് മാറുമെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അല്ലെങ്കിൽ അങ്ങനെയാണ് എനിക്കിതിൻ്റെ ഈ സംഭവഗതികൾ ഇങ്ങനെ നോക്കി പോകുമ്പം അതിലപ്പുറത്തേക്ക് ഇതിലൊന്നുമില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അന്വേഷണത്തിൻ്റെ തുടക്കം മുതൽ തന്നെ സാധാരണഗതിയിൽ ഈ കേസ് ഈ പറഞ്ഞല്ലോ. അപ്പോൾ കോഴിക്കോട് ടൗണിൽ ഒരു ആളെ കാണാതായി എന്നൊരു കേസ്, അത് കൊലപാതകമാണെന്ന് മൂപ്പരുടെ ബന്ധുക്കളോ കൊലപാതകമാണ് എന്ന് ബന്ധുക്കളും കൂടെ ബിസിനസ്സിലുള്ള ആളുകൾക്കൊക്കെ സംശയമുള്ള കേസ്. ആ തരത്തിൽ അവർ പരാതികൾ ഉന്നയിക്കും, സംഭവമൊക്കെ ചെയ്യും. സാധാരണഗതിയിൽ അത്തരത്തിലുള്ളൊരു കേസ് ഈ കോഴിക്കോടത്തെ ഇത്
എന്താ പറയുക FIR രജിസ്റ്റർ ചെയ്ത ആ കോടതിയിലെ അല്ലെങ്കിൽ ആ സ്റ്റേഷനിലെ അല്ലെങ്കിൽ ആ സർക്കിളിലെ ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഇതാർക്കാ കൊടുക്കുക, അതിൻ്റെ ചുമതല കൊടുക്കുന്നത് ഇവിടെ സിറ്റി പോലീസ് കമ്മീഷണർക്ക്, അല്ലെങ്കിൽ ഇനി ഇവിടെ തന്നെ വേണമെങ്കിൽ തന്നെ ഇവിടെ റൂറൽ SP ഉണ്ട്, അതല്ലെങ്കിൽ ഇവിടെ IG ഉണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ഇത് അടുത്തൊരു ജില്ലയിലെ SP ഏൽപ്പിക്കുന്നു. അവിടെ മുതൽ തുടങ്ങുന്നുണ്ടല്ലോ ഈ സംഗതി. ഈ പിന്നെ എന്താ പറയുക, ഈ കുറ്റം ചെയ്ത ആളുകൾ, കുറ്റം ചെയ്ത ഗ്യാങ് ചെയ്യുന്ന അതേപോലെ തന്നെ ഒരു ഒരുക്കം, അതേപോലെ തന്നെ ഒരു ബിൽഡപ്പും ഒക്കെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരും അത്ര തന്നെ തയ്യാറെടുപ്പ് കൂടി ഇതിൻ്റെ അതുണ്ടല്ലോ ഒരു പിന്നെ സംഗതി ക്രൈം കമ്മിറ്റ് ചെയ്യാൻ ആരെ ഏൽപ്പിക്കണം, ആര് കൊണ്ടുപോകണം, ആര് തട്ടിക്കളയണം, ആര് അവിടുന്ന് കൊണ്ടുപോകണം എന്ന് പിന്നെ തീരുമാനിച്ചുറപ്പിച്ച് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ അന്വേഷണ ഏജൻസികളും ഇത് പിന്നെ ഈ കേസ് പിന്നെ മുക്കാൻ വേണ്ടിയിട്ട് ആരെ ഏൽപ്പിക്കണം, ആരത് മുന്നോട്ട് വഹിച്ചു കൊണ്ടുപോകണം എന്നുള്ള ആ തരത്തിൽ തന്നെ അത് പോകുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണ് ഇന്നലെ ഇന്ന് പുറത്തു വന്നിട്ടുള്ള വാർത്ത. ഇപ്പം ഏറ്റവും അവസാനം സംഭവിച്ചത് ആ കാര്യം പിന്നെ പുതിയ ഏജൻസികളെ ഏൽപ്പിക്കുക, പുതിയ ടീമിനെ ഏൽപ്പിക്കുമ്പം അതിൻ്റെ രേഖകൾ മുഴുവൻ ഒന്നുകിൽ നേരിട്ട് DGPക്ക് അയക്കുക, DGPക്ക് നേരിട്ട് അയക്കാൻ പറ്റില്ലെങ്കിൽ കോഴിക്കോട് IG മുഖാന്തരം അയക്കണം എന്ന് പറഞ്ഞ സാധനമാണ്. IG മുഖാന്തരം അയച്ചില്ല എന്ന് മാത്രമല്ല, ആരുടെ കയ്യിൽ കൊടുക്കരുത് എന്ന് പറഞ്ഞോ അയാളുടെ കയ്യിലാണ് ഇപ്പോൾ കേസിൻ്റെ രേഖകളുള്ളത് എന്നെത്തിയത്. അപ്പോൾ ഇതാണ് പറഞ്ഞത്. ഇത് ചൈനൂർ മൗലവി കേസിനെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത് പിന്നെ എങ്ങനെയാണ് വ്യവസ്ഥാപിതമായും ശാസ്ത്രീയമായും കേസുകൾ മുക്കിക്കൊടുക്കുക എന്നതും സ്വർണം പൊട്ടിക്കുക എന്നത് പറഞ്ഞ പോലെ കേസ് പൊട്ടിക്കലും കൂടെ പഠിക്കാൻ പറ്റുന്നൊരു സംഭവമാണിത്. ജെയിംസ്, എന്താണ് മാമി കേസിൽ സംഭവിക്കുന്നത്? മാമി കേസ് മാത്രമല്ല സൈഫു, ഈ PV അൻവർ ഉന്നയിച്ച ആരോപണം എന്താണ്? ക്രമസമാധാന ചുമതലയുള്ള ADGP ആളുകളെ കൊല്ലിക്കുന്നു എന്നാണ് ഉന്നയിച്ച ഏറ്റവും രൂക്ഷമായ ഗൗരവമുള്ള ആരോപണം. അദ്ദേഹം സ്വർണം പൊട്ടിച്ചു എന്നോ അഴിമതി കാണിച്ചു എന്നോ കൈക്കൂലി വാങ്ങിച്ചു എന്നോ RSകാരെ സംസാരിച്ചു എന്നതിനേക്കാൾ ആളുകളെ കൊല്ലിക്കുന്ന ഒരു DGP. ഇത് കേട്ടിട്ട് നമുക്ക് കേരളം ഞെട്ടിയിട്ടില്ല ഇതുവരെ, നമുക്ക് ഒരു ഞെട്ടലുമില്ല. അതായത് നമ്മുടെയൊക്കെ രാത്രി കിടന്നുറങ്ങാൻ സുരക്ഷ നൽകുന്ന സംസ്ഥാനത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉദ്യോഗസ്ഥൻ, DGP കഴിഞ്ഞാൽ രണ്ടാമത്തെ ഉദ്യോഗസ്ഥൻ. അപ്പം മാധ്യമങ്ങളുടെ ഭാഷയിലോ പ്രതിപക്ഷത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സൂപ്പർ DGP ആണ് അദ്ദേഹം. DGPയേക്കാൾ പവർഫുള്ളാണ്. അങ്ങനെ ഒരു മനുഷ്യൻ ആൾക്കാരെ കൊല്ലുന്ന ആളാണ്, ആൾക്കാരെ കൊല്ലിക്കുന്ന ആളാണെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഞെട്ടലുമില്ല. എന്ന് മാത്രമല്ല, ഒരു MLA അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് ഇപ്പോഴും അയാൾ ആ സീറ്റിലിരിക്കുകയാണ് എന്നതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പോൾ മാമി വധക്കേസിലെ ഫയലുകൾ ADGP വഴി DGPക്ക് അയക്കരുത് എന്ന് DGP നിർദ്ദേശം കൊടുത്തിട്ട് അത് ADGP വഴി തന്നെ അയച്ചു എന്നുള്ളതാണല്ലോ ഇപ്പോൾ സൈഫ് പറയുന്ന പ്രശ്നം. എന്തിനു വേണ്ടിയാണത്? എന്തുകൊണ്ടാണ് ADGP സ്ഥാനത്ത്, ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ മാറ്റാൻ കഴിയാത്തത്? കാരണം ഈ മാമി കൊലക്കേസിൻ്റെ അല്ലെങ്കിൽ മാമി തിരോധാന കേസിൻ്റെ അന്വേഷണം നടക്കുകയാണ്. അതിലെന്തോ അദ്ദേഹം ഭയക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ആ റൂട്ടിൽ തന്നെ ആ ഫയൽ അങ്ങോട്ട് പോയത്. ഇത്രയും വിവാദം ഉണ്ടായിട്ടും DGP നേരിട്ട് നിർദ്ദേശിച്ചിട്ടും ആ ഫയൽ ADGP വഴി വരരുത് എന്ന് നിർദ്ദേശിച്ചിട്ടും ആ വഴി തന്നെ വന്നതിൻ്റെ പേരിലാണ് DGP ഇപ്പോൾ കെറിവിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ജസ്റ്റ് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഈ എടവണ്ണയിലെ എന്താണ് റിദാൻ അയാളെ കൊല്ലുന്നത് എന്തിനാണ്? അയാൾ ആരാണ് കൊന്നത് എന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ അയാളുടെ ബന്ധുക്കൾ പറയുന്നൊരു കാര്യം, ആൾ മാറി ഈ നിദാനെ എന്ത് ചെയ്യുന്നു, ഒരു മയക്കുമരുന്ന് കേസിൽ പെടുത്തുന്നു. ശരിക്കും നിദാനെ അല്ല പെടുത്തായിരുന്നത്, ഈ ടീം ഡാൻസ് ഓഫ് സംഘം അയാളെല്ലാം പെടുത്തായിരുന്നു, ആൾ മാറിപ്പോയതാണ്. ഒരു തരത്തിലുള്ള മയക്കുമരുന്ന് കേസിലും പെടാത്ത ഒരു സാധുവായ ഒരു ചെറുപ്പക്കാരൻ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ പോയി കിടക്കുകയാണ്. ജയിലിൽ വെച്ച് അയാളൊരു സ്വർണ്ണ കച്ചവടക്കാരനെ പരിചയപ്പെടുന്നു. ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അതിൽ അയാൾ പങ്കാളിയാവുന്നു, ഈ സ്വർണം ക്യാരി ചെയ്യുന്നത് ഇതിൽ പങ്കാളിയാവുന്നു. ഈ പങ്കാളിയായിരുന്ന കുറച്ച് കാലത്തിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം ഈ റിദാൻ്റെ കയ്യിലുണ്ടായിരുന്നു, ആ ഫോണിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അയാളെ കൊല്ലുകയായിരുന്നില്ല, ആ ഫോൺ നശിപ്പിക്കുകയായിരുന്നു ലക്ഷ്യമെന്നാണ് ബന്ധുക്കളുടെ മൊഴിയിൽ നിന്ന് മനസ്സിലാവുക. വളരെ പ്രധാനപ്പെട്ട വിവരം. അപ്പോൾ ആ ഫോൺ കണ്ടെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ആ ഫോൺ പുഴയിൽ എറിഞ്ഞു എന്നാണ്, കൊന്നു എന്ന് പറയപ്പെടുന്ന ചെറുപ്പക്കാരൻ കൊടുത്തിട്ടുള്ള മൊഴി. പുഴയിൽ വന്ന് മുങ്ങിൽ എതിർ തപ്പിയിട്ട് ഫോണൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അയാളെ കൊല്ലുകയായിരുന്നില്ല പ്രധാന ലക്ഷ്യം, ആ ഫോൺ ഇല്ലാതാക്കുകയായിരുന്നു ലക്ഷ്യം നമുക്ക് വ്യക്തമാണ്. മാമി വധക്കേസിൽ എന്താണ്, മാമി തിരോധാന കേസിൽ എന്താണ്? ഇപ്പോൾ നമ്മൾ ഈ തിരോധാന കേസ് എന്ന് പറയുമ്പോൾ ഒരാളെ കാണാതായി എന്ന് പറയുമ്പോൾ നമ്മൾ ഞെട്ടാത്തിന് വേറൊരു കാരണമുണ്ട്. ഈ മാമി എന്ന് പറയുന്നത് ഏതോ കള്ളക്കടത്തുകാരനാണ്, ഏതോ ഗുണ്ടയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സ്വർണ്ണം കടത്തുന്ന ആളാണ്, അധോലോകമാണെന്നൊക്കെ ആളുകൾക്ക് ഒരു ധാരണ തരും. മാമി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ നാട്ടുമ്പുറത്ത് കാണുന്ന ഒരു ബ്രോക്കറാണ്, സ്ഥലം കച്ചവടം നടന്നൊരു ബ്രോക്കറാണ്. അപ്പോൾ ഇയാൾ കോഴിക്കോട്ട് വളരെ പ്രശസ്തനാണ്. കാരണം അദ്ദേഹം വളരെ വലിയ കച്ചവടങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൽ തന്നെ പല വലിയ കച്ചവടങ്ങളും വലിയ മാളുകളുടെ വിൽപ്പനയിൽ പങ്കാളിയായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ റുപ്പി സിനിമയിൽ ചില കഥാപാത്രങ്ങൾ കാണുന്നുണ്ടല്ലോ, അതായത് ബ്രോക്കർമാരായിട്ട് വരുന്നത്. അത് ഈ മാമിയെ കണ്ട് പ്രചോദിതനായി രഞ്ജിത്ത് എഴുതിയൊരു സിനിമയാണെന്നാണ് പറയുന്നത് ഇന്ത്യൻ റുപ്പി.
കാരണം അത്രമാത്രം സ്കില്ലുള്ള, അത്തരം കാര്യങ്ങൾ വളരെ സ്കില്ലുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഈ റിയൽ എസ്റ്റേറ്റ് കൂടാതെ ഈ സ്വർണ്ണക്കടകളിൽ സ്വർണം എത്തിച്ചു കൊടുക്കുന്ന ജോലിയും ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് നമുക്കറിയില്ല, അങ്ങനെ പറയപ്പെടുന്നു. അപ്പോൾ അതാണോ ഈ കൊലപാതകത്തിന് പിന്നിൽ? അല്ല, റിയൽ എസ്റ്റേറ്റ് നടത്തിയതിന് പേരിൽ ഒരാളെ ഒന്നും കൊല്ലേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതെന്താണെന്ന് ഇത് ഈ മാമി എന്ന് പറയുന്ന വളരെ ഇൻഫ്ലുവൻഷ്യലായ, അത്യാവശ്യം സമ്പത്തുള്ള, വലിയ കോഴിക്കോട്ട് അറിയപ്പെടുന്ന ഒരു കച്ചവടക്കാരൻ കാണാതായിട്ട് ഇവിടെ ഒരു കോലാഹലമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ എന്തെങ്കിലും ഒരു വർഷം അദ്ദേഹത്തെ കാണാതായത്. ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകർ, കോഴിക്കോട്ടെ രാഷ്ട്രീയ പ്രവർത്തകർ ഈ മാമി തിരോധാന കേസ് അന്വേഷിക്കണം, അൻവർ പറയുന്നവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും പാർട്ടിയുടെ? ആർക്കും ഇതൊരു പ്രശ്നമല്ല. ആ പ്രശ്നമില്ലാതാവുന്ന എങ്ങനെയാണ്? അതാണ് ഈ ഒരു നമ്മുടെ പോലീസ് അപ്പാരറ്റസിൻ്റെ ഒരു ഗുണം. അപ്പോൾ അയാൾ കാണാതായി എന്ന് പറഞ്ഞാൽ, അയാൾ കൊല്ലപ്പെട്ടുകയാണെന്ന് പറഞ്ഞാൽ അയാൾ എന്തൊക്കെയോ അണ്ടർ വേൾഡ് പരിപാടിയായിരുന്നു എന്ന് ധരിപ്പിക്കാൻ പോലീസിന് കഴിയുന്നുണ്ട്. മനസ്സിലാവുണ്ടോ? ഇവർ തന്നെയാണ് അത് അന്വേഷിക്കുന്നതെങ്കിൽ ഒരു ADGP ആളെ കൊല്ലിക്കുന്നവനാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭരണകക്ഷി MLA വിളിച്ചു പറഞ്ഞിട്ട് അയാളെ ക്രമസമാധാന ചുമതലയിൽ വച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഭരണകൂടമെങ്കിൽ നമ്മൾ ആദ്യം ചോദ്യം ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയെ തന്നെയാണ്. ഇതിൽ ADGPക്കെതിരെയോ അല്ലെങ്കിൽ DGPക്കെതിരെയോ എല്ലാം നമ്മൾ സംസാരിക്കേണ്ടത്. അയാൾ ആ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്ന നമ്മുടെ രാഷ്ട്രീയ സംവിധാനം. അയാളെ സസ്പെൻഡ് ചെയ്യണമെന്നോ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നോ അയാളെ തൂക്കിക്കൊള്ളണമെന്നോ ഒന്നുമല്ല പറയുന്നത്. ക്രമസമാധാന ചുമതലയിൽ ഇരുത്തരുതെന്ന് പറയാൻ കാരണമുണ്ട്. കാരണം അയാൾ കൂടി പങ്കാളികളായ പല ക്രൈമുകളും താഴെ അയാളുടെ ഉദ്യോഗസ്ഥർ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, അയാളുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ അന്വേഷണം എന്നേക്കുമായി, ഇപ്പോൾ മാമി തിരോധാനത്തെക്കുറിച്ച് ചേകന്നൂരുമായി താരതമ്യം ചെയ്ത് പറഞ്ഞു, ഒരു കാലത്തും മാമിയെ കണ്ടെത്താനാവാത്ത വിധം ആ കേസ് കുഴിച്ചു മൂടാൻ പവർഫുള്ളായിട്ടുള്ളൊരു ഉദ്യോഗസ്ഥൻ ആ കസേരയിൽ ഇപ്പോഴും ഇരിക്കുകയാണ്. അപ്പോൾ ഈ റിദാൻ്റെ കാര്യത്തിൽ അത് തന്നെയാണ് സംഭവം. അപ്പോൾ അയാളിപ്പോൾ ഇത്ര ദിവസം, ഇപ്പോൾ എത്ര ദിവസമായി അൻവർ ആരോപണം ഉന്നയിച്ചിട്ട്? 1 മാസം ആകുമ്പോഴാണ്, 2-3 ആഴ്ച ആകുമ്പോഴാണ്. ഈ 3 ആഴ്ച വളരെ വളരെ നിർണായകമായ പല കേസുകളുടെയും സുപ്രധാന വിവരങ്ങൾ തുടച്ചു മാറ്റാൻ കഴിയുന്ന വിധത്തിൽ അയാൾ പവർഫുള്ളായിട്ടൊരു പൊസിഷനിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കാൻ അനുവദിക്കുന്ന ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയാണ് ആദ്യം ചോദ്യം ചെയ്യേണ്ട ഈ കാര്യത്തിൽ. ഒന്നാമത്തെ കുറ്റവാളി മുഖ്യമന്ത്രിയാവുകയാണ് അവിടെ. അതിന് എന്തൊക്കെ ന്യായീകരണം പറഞ്ഞാൽ, ഇപ്പോൾ RSS സ്വാധീനിച്ച് പോലീസുകാരൊക്കെ എങ്ങനെയായതാണ്, അതല്ല മുഖ്യമന്ത്രി എങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇവർ നിർത്തിയിരിക്കുകയാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സൂചിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. ഈ ഒരു ന്യായീകരണം, ഞഞ്ഞാപിന്നെ ന്യായീകരണവും ഈ കാര്യത്തിൽ ഫലവത്താവില്ല. അയാൾ അടിയന്തരമായി മാറ്റാൻ കഴിയാത്ത മുഖ്യമന്ത്രിയാണ് ഈ തിരോധാന കേസുകളിലെയും ഈ കൊലക്കേസുകളിലേക്ക് 1-ാം പ്രതി. ഈ ഷെയ്ഖ് ദർവേസ് സാഹിബ് എന്ന് പറഞ്ഞ ആളെ കാണാതെ ആവുന്ന വാർത്ത വരാതിരുന്നാൽ മതിയായി. യെസ്. എന്തായാലും മാമി തിരോധാനത്തിൽ യാതൊരു തുമ്പും ഇപ്പോഴും 1 വർഷം കഴിഞ്ഞിട്ടും കിട്ടാത്തതിന് പിന്നിൽ നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത് സ്വാഭാവികമായി നമ്മുടെ ഭരണ നേതൃത്വത്തെ തന്നെയാണ് എന്നുള്ള പൊതുവിലയിരുത്തലാണ് വരുന്നത്. ഔട്ട് ഓഫ് ഫോക്കസ് അവസാനിക്കുന്നു. നാളെ വീണ്ടും ഇരിക്കാം. നമസ്കാരം.